ഏലിയാക്കാലം 3-ാം വെള്ളി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 38 മുതൽ 46 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും യേശുവിന് ചുറ്റും ജനക്കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടാണ് ഒലിവുമലയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞ് അവൻ 3 ശിഷ്യരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ഒരു കല്ലേറ് ദൂരം മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരാകട്ടെ നിദ്രാഭാരം കൊണ്ട് 3 പ്രാവശ്യം ഉണർത്തിയിട്ടും വീണ്ടും വീണ്ടും ഉറങ്ങിപ്പോകുന്നു. പാഠം: യേശുവിനെ അനുഗമിക്കുന്നവർ ധാരാളമാണ്. പക്ഷേ യേശുവിന് ലക്ഷ്യമായ ഗത്സമനി വരെ അനുഗമിക്കാൻ പലർക്കും മനസ്സില്ല. ശിഷ്യന്മാർ കൂടെ പോകുന്നുണ്ട്, എന്നാൽ അവിടെ ഇരിക്കാനാണ് യേശു പറയുന്നത്. ആ ഇരിപ്പും വലിയ വിളിയാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇരുന്നാലും പല വിചാരത്താൽ ഉൾപ്പെട്ട് ചുമ്മാ ഇരുന്ന് സമയം കളഞ്ഞവരാണേറെ. ചിലരെ കൂടെയിരിക്കാൻ വിളിക്കുന്നു, എന്നിട്ടും മറ്റുള്ളവരിൽ നിന്ന് അവർ വ്യത്യസ്തരാകുന്നില്ല. ഏൽപ്പിച്ച കർത്തവ്യം മറന്ന് അവരും ഉറക്കം തൂങ്ങികളായി മാറുന്നു. ഉറക്കം എന്നത് പുറമേയുള്ള വെളിച്ചം ഇരുട്ടായി അകത്തേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ്. പ്രകാശത്തെ ഉപേക്ഷിച്ച് അന്ധകാരത്തെ സ്നേഹിക്കുന്നവർ ആത്മീയ ഉറക്കത്തിലാണ്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപത, മദ്യലഹരി, അവിഹിത വീഴ്ച, വിഷയാസക്തി, കലഹം, അസൂയ തുടങ്ങിയവയാണ് ഹൃദയത്തിൽ അന്ധകാരം നിറയ്ക്കുന്നത്. ഗത്സമനിൽ യേശുവിനോടൊപ്പം രക്തം വീർക്കുവോളം ഒന്നായിരിക്കണമെങ്കിൽ ലൗകിക മോഹങ്ങൾ പാടെ ഉപേക്ഷിക്കപ്പെടണം. നീ വിളിക്കപ്പെട്ടവനാണ്, പക്ഷേ നിന്നിലുള്ള സുഖലോലുപതയുടെ ആസക്തികൾ ഉപേക്ഷിക്കാതെ യേശുവിനായിരിക്കുന്ന പ്രകാശത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരിക്കലും നിനക്ക് കഴിയുകയില്ല. ആമേൻ.